26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. വിശന്നിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതു ഭക്ഷണവും വിരൽത്തുമ്പിൽ കിട്ടുന്ന സൗകര്യം എത്ര സന്തോഷം നൽകുന്നുണ്ടല്ലേ. അങ്ങനെ ഏതു പാതിരാത്രിയിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് തരുന്ന സൊമാറ്റോയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 18 വർഷം തികഞ്ഞു. ഇതിന്റെ കഥ തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണ്. IITയിലെ ബിരുദധാരികളായ ദീപീന്ദർ ഗോയലും പങ്കജ് ചദ്ധയുമാണ് സൊമാറ്റോയുടെ പിറവിക്ക് പിന്നിൽ. കഥ തുടങ്ങുന്നത് ഇങ്ങനെ. ഡൽഹിയിലെ ബെയിൻ ആൻഡ് കമ്പനി എന്ന കൺസൾട്ടിംഗ് സ്ഥാപനത്തിലാണ് ഇരുവരും ജോലി ചെയ്തിരുന്നത്. വിശപ്പിനെ തുടർന്ന് ഉടലെടുത്ത ഐഡിയയാണ് ഇന്ന് നമ്മൾ കാണുന്ന സൊമാറ്റോ. ഓഫീസ് ക്യാൻറ്റീനിൽ വലിയ തിരക്കായിരുന്നു ഇന്നും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അകത്ത് കയറാൻ പറ്റാത്ത അത്ര തിരക്ക്. ദിവസവും വിശന്നു വലഞ്ഞ് നീണ്ട നിരയിൽ മണിക്കൂറുകളോളം കാത്തു നിന്നാലാണ് ഓഫീസ് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്. ഈ ബുദ്ധിമുട്ടിൽ നിന്നാണ് ആശയം ഉദിച്ചത്. മെനു കാർഡ് നോക്കി ഇഷ്ടമുള്ള ഭക്ഷണം സീറ്റിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവരത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു. ഐഡിയ സൂപ്പർ ഹിറ്റ്. ഓഫീസിലെ വെബ്സൈറ്റിൽ തന്നെ മെനു അപ്ലോഡ് ചെയ്ത് അതിൽ നോക്കി ഓർഡർ ചെയ്യാനുള്ള സേവനം അവർ ആരംഭിച്ചു. ഓഫീസിലെ എല്ലാവരും അങ്ങനെ വെബ്സൈറ്റ് ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ ഇരുവരും ജോലി രാജിവെച്ച് മുഴുവനായും വെബ്സൈറ്റ് പണിയിലേക്ക് കടന്നു. അങ്ങനെ ഡൽഹിയിലെ റെസ്റ്റോറന്റുകളുടെ മെനു സ്കാൻ ചെയ്ത് foodibay.com എന്ന വെബ്സൈറ്റും തുടങ്ങി. പിന്നീട് കമ്പനിയുടെ പേര് ഫുഡിബേ എന്ന പേര് മാറ്റി. ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് നിൽക്കുന്ന ഭക്ഷണവുമായി ബന്ധമുള്ള ഒരു പേരിടാൻ പിന്നീട് അവർ ആലോചിച്ചു. ആ ആശയത്തിൽ അവർ കണ്ടെത്തിയ പേരാണ് സൊമാറ്റോ. തക്കാളിയുമായി സാമ്യമുള്ള പേര്. ആദ്യകാലത്ത് സൊമാറ്റോ ഫുഡ് ഡെലിവറി നടത്തിയില്ല. ഒരു സ്ഥലത്ത് പോയാൽ അവിടെ എന്ത് നല്ല ഭക്ഷണം കിട്ടും, റെസ്റ്റോറന്റ് എങ്ങനെ, ഭക്ഷണത്തിന് എത്ര വില, ഇതൊക്കെ കാണിക്കുന്ന ഒരു ഡിജിറ്റൽ ഡയറക്ടറി ആയിട്ടായിരുന്നു ആദ്യകാലത്തെ പ്രവർത്തനം. അങ്ങനെ തുടരുമ്പോൾ 2015-ൽ സൊമാറ്റോയ്ക്ക് എതിരാളിയായി സ്വിഗ്ഗി എത്തി. റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം വാങ്ങി വീട്ടിലെത്തിക്കുന്ന പണി സ്വിഗ്ഗി തുടങ്ങി. ഇതോടെ സൊമാറ്റോ പ്രതിസന്ധിയിലാകുമെന്ന് മനസ്സിലായി. അങ്ങനെ ദീപീന്ദർ ഗോയൽ സൊമാറ്റോയെ പരിഷ്കരിച്ചു. സ്വന്തമായി ഡെലിവറി ബോയ്സിനെ വെച്ചുകൊണ്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി രംഗത്തേക്ക് സൊമാറ്റോയും കാലെടുത്തു വെച്ചു. ഓഫറുകളും ഡിസ്കൗണ്ടുകളും കൂടുതൽ മുന്നിൽ വെച്ചായിരുന്നു സൊമാറ്റോയുടെ രംഗപ്രവേശം. ഇന്ത്യൻ ഓഹരി വിപണിയിലേക്കും സൊമാറ്റോ ചുവടുവെച്ചു. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാർ സൊമാറ്റോയിൽ പണം നിക്ഷേപിച്ചതോടെ കമ്പനി വൻ വിജയമായി മാറി. സൊമാറ്റോ ഇന്ന് ഫുഡ് ഡെലിവറി കമ്പനി മാത്രമല്ല, 10 മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന ബ്ലിങ്കിറ്റ് ഇന്ന് സൊമാറ്റോയുടെ ഭാഗമാണ്. റെസ്റ്റോറന്റുകൾക്ക് ആവശ്യമായ പച്ചക്കറികളും സാധനങ്ങളും എത്തിക്കുന്ന ഹൈപ്പർ പ്യൂർ, സിനിമ ഇവന്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങിയവയെല്ലാം സൊമാറ്റോയുടെ സഹോദരങ്ങളായി വളർന്നു. ഓഫീസ് ക്യാൻറ്റീനിലെ ക്യൂവിൽ നിന്ന് തുടങ്ങിയ അസ്വസ്ഥതയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന, കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ഏത് പാതിരാത്രിയിലും വിശപ്പകറ്റുന്ന വലിയ സാമ്രാജ്യമായി മാറിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.